വടക്കേ കോവിലകം മുറ്റത്ത് വാഹനങ്ങൾ ബ്രേക്കിട്ടു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി അലിയാർക്ക് സല്യൂട്ട് നൽകി. പിന്നെ കോവിലകത്തിന് മുകളിലേക്ക് കൈ ചൂണ്ടി. അതാണ് സാർ. പുക മുകളിലേക്ക് ഉയർന്ന് ചുറ്റും വ്യാപിക്കുന്നത് അലിയാരും കണ്ടു. അത് തീപിടുത്തമല്ല, മറ്റെന്തോ ആണ്. CI അലിയാർക്ക് ഉറപ്പായിരുന്നു. വാ നോക്കാം. പോക്കറ്റിൽ നിന്ന് കോവിലകത്തിൻ്റെ താക്കോൽ എടുത്ത് അയാൾ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചു. ശേഷം തിടുക്കത്തിൽ പ്രധാന വാതിലിന് നേർക്കു നടന്നു. മീഡിയക്കാർ അലിയാർക്ക് മുന്നേ ഓടി. ആറ്റുചരലുകൾ കരഞ്ഞ് ശബ്ദമുണ്ടാക്കി. പോലീസുകാരൻ സീൽ ചെയ്തിരുന്ന പേപ്പർ എടുത്ത് മാറ്റിയിട്ട് താക്കോൽ കടത്തി തിരിച്ചു. പൂട്ട് തുറക്കപ്പെട്ടു. ഓട്ടുമണികളുടെ കിലുക്കത്തോടെ വാതിൽ പാളികൾ അകത്തേക്ക് അകന്നു. വാതിൽ തുറക്കപ്പെട്ടതേ ഒരുതരം ഗന്ധം അവിടെ പരന്നു. അലിയാരും സംഘവും അകത്തേക്ക് കുതിച്ചു. നടുവരാന്തയിൽ ഇറങ്ങി മുന്നോട്ട് നീങ്ങവേ അവരെ ആദ്യം എതിരേറ്റത് തൂങ്ങി നിൽക്കുന്ന ശേഖരക്കിടാവാണ്. അയ്യോ, ഇത് MLA-യുടെ അനുജനല്ലേ? ചോദിക്കുന്നതിനിടയിൽ തന്നെ മീഡിയക്കാരുടെ ക്യാമറകൾ കൺതുറന്നു. അത് കണ്ടോ? അപ്പോഴേക്കും മറ്റൊരാൾ കൈ ചൂണ്ടി. അലിയാർ അവിടേക്ക് വെട്ടിത്തിരിഞ്ഞു. ഹോ! അറിയാതൊരു ശബ്ദം ആ കണ്ടത്തിൽ നിന്നുയർന്നു. അതൊരു സ്ത്രീരൂപമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അതിൻ്റെ ശിരസ് പക്ഷേ കാണാൻ കഴിയുന്നില്ല. പകരം കമിഴ്ത്തിവെച്ച രൂപത്തിൽ ഒരു കലം. കലത്തിന് മുകളിലൂടെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. കുന്തിരിക്കത്തിൻ്റെയും കരിഞ്ഞ മാംസത്തിൻ്റെയും സമ്മിശ്ര ഗന്ധം. അലിയാർ നടുമുറ്റത്തേക്ക് എടുത്തു ചാടി ആ സ്ത്രീരൂപത്തിന് അടുത്തെത്തി. ഇനി കലം മാറ്റിയിട്ട് കാര്യമില്ലെന്നറിഞ്ഞു. ആ ആൾ മരിച്ചു കഴിഞ്ഞു. അലിയാർ ശിരസിൽ നിന്ന് തൊപ്പിയെടുത്തു. ഈ സ്ത്രീ ആരാണ്? പൊടുന്നനെ മിന്നൽ വേഗത്തിൽ ഒരു ചിന്ത അലിയാർക്കുണ്ടായി. പ്രജീഷിനെ ഈ നാട്ടിൽ നിന്നാണ് ബലഭദ്രൻ തമ്പുരാൻ പിടികൂടിയത്. അപ്പോൾ പിന്നെ ഇത് ചന്ദ്രകലയല്ലാതെ മറ്റാരും ആകുവാനിടയില്ല. എന്നാലും ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പകയുള്ള ആളാവും ഇത് ചെയ്തത്? ഒരു ചാനൽ പ്രതിനിധി പിറുപിറുക്കുന്നത് അലിയാർ കേട്ടു. അവർ ചുറ്റും നിന്ന് ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു. അലിയാർ തൊപ്പി വീണ്ടും തലയിൽ വെച്ചുകൊണ്ട് സെൽഫോൺ എടുത്തു. SPയെ വിളിക്കുകയായിരുന്നു ലക്ഷ്യം. നടുമുറ്റത്തിൻ്റെ 4 കോണുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ റിപ്പോർട്ടർമാർ സ്റ്റുഡിയോയിലേക്ക് വാർത്തകൾ അയച്ചു തുടങ്ങി. രാജീവ് കുമാർ, കേൾക്കാമോ? ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ വടക്കേ കോവിലകത്തിൻ്റെ നടുമുറ്റത്താണ്. ഇവിടെയും അങ്ങ് കരുളായി വനത്തിലും ക്രൂരമായ കൊലപാതകങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഒരു സ്ത്രീയെ നിർത്തി കത്തിച്ചു കൊന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നിലമ്പൂർ MLA-യുടെ അനുജനും കുറച്ചു നാളായി ഒളിവിൽ കഴിയുമായിരുന്ന ശേഖരക്കിടാവ് എന്നയാൾ ഈ കോവിലകത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലുണ്ട്. കാര്യകാരണങ്ങളൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ കോവിലകത്തിനുള്ളിൽ ഇനിയും മൃതശരീരങ്ങൾ ഉണ്ടാകുമെന്ന് സംശയിക്കുന്നു. ക്യാമറമാൻ സഹദേവനൊപ്പം ശകുന്തള. ഓരോ ചാനൽ റിപ്പോർട്ടർമാരും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. SP ഷാജഹാനോട് വിവരം പറഞ്ഞ ശേഷം CI അലിയാർ തിരിഞ്ഞപ്പോഴേക്കും റിപ്പോർട്ടർമാർ മൈക്രോഫോണുകളുമായി അയാളെ വളഞ്ഞു. സാർ, ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് സാറിന് അറിയാമായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ നേരത്തെ ഞങ്ങളോട് ഇന്ന് വാർത്തകളുടെ ചാകരയാവും എന്ന് പറഞ്ഞത്? ചോദിച്ചയാളെ അലിയാർ സൂക്ഷിച്ചൊന്ന് നോക്കി. അപ്പോഴേക്കും മറ്റൊരാളുടെ ചോദ്യം വന്നു. ഇതേക്കുറിച്ച് അറിയാമായിരുന്നിട്ടും താങ്കൾ എന്താണ് ഇതിനെ തടയാതിരുന്നത്? അലിയാരുടെ മുഖം ചുവന്നു. എനിക്ക് മനസ്സിലായിരുന്നു, അത്ര തന്നെ. എന്താ പോരെ? അവരുടെ മറുപടിക്ക് കാക്കാതെ അലിയാർ തിരിഞ്ഞു നടന്നു. 1 മണിക്കൂർ പിന്നിട്ടു. SP ഷാജഹാനും ഒരു സംഘം പോലീസുകാരും കൂടി എത്തി. ആംബുലൻസുകളും എല്ലാം നോക്കിക്കണ്ട ശേഷം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാൻ ഏർപ്പാടാക്കിയിട്ട് ഷാജഹാൻ അലിയാരോട് നിർദ്ദേശിച്ചു. കോവിലകത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുപോകാതെ അരിച്ചു പെറുക്കണം. സാർ, നിലവറയിലും തട്ടിപ്പുറത്തുമൊക്കെ പരിശോധിക്കാൻ ഓക്സിജൻ മാസ്കും ഹെഡ്ലൈറ്റുകളുമെല്ലാം ഉള്ള ഒരു സംഘത്തെ ഷാജഹാൻ നിയോഗിച്ചു. അവർക്കൊപ്പം അയാളും നിലവറയിലേക്ക് ഇറങ്ങി. അവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്ന കല്ലറകൾ കണ്ടപ്പോൾ തന്നെ അലിയാർക്ക് ബോധ്യമായി, നിധിശേഖരൻ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ മണ്ണ് കുഴിച്ച് മൂടി ചേർത്ത് വെച്ചിരിക്കുന്ന കല്ലറയിലേക്ക് പതിഞ്ഞു. ശേഖരൻ്റെ ഒപ്പം ഇതിനുള്ളിൽ പോലീസുകാർ കണ്ട ശ്രീനിവാസ കിടാവിൻ്റെതായിരിക്കുമോ അത് എന്ന് ചിന്തിച്ച് അലിയാർ അത് തുറപ്പിച്ചു. ദുർഗന്ധം പുറത്തു ചാടി. അഴുകി തുടങ്ങിയിരുന്നെങ്കിലും യശോധരൻ്റെ മുഖം അലിയാർ തിരിച്ചറിഞ്ഞു. MLA കിടാവ് എങ്ങോട്ട് പോയി? ഒപ്പം ഈ കൃത്യങ്ങൾ കോവിലകത്തിനുള്ളിൽ നടത്തിയവരും? അലിയാരുടെ തലച്ചോർ ചുട്ടുപഴുത്തു. മാധ്യമസംഘം നിലവറയിലെത്തി. ക്യാമറകളുടെ വെളിച്ചം നെടുകയും കുറുകയും പാഞ്ഞു. ഇത് എന്തിനാവും സാർ പൊളിച്ചത്? റിപ്പോർട്ടർമാർ അലിയാരോട് ചോദിച്ചു. CI അലിയാർ ചുണ്ടനക്കി. നമുക്കാർക്കും സ്വപ്നം പോലും കാണുവാൻ കഴിയാത്തത്ര വിലപിടിപ്പുള്ള നിധിശേഖരം ഇതിലുണ്ടായിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾക്ക് അതിൻ്റെ തെളിവുകൾ കിട്ടിയതാണ്. അതെല്ലാം കൈക്കലാക്കുവാൻ വേണ്ടി ആവും കല്ലറകൾ പൊളിച്ചത്. അലിയാർ തിരിഞ്ഞു നടന്നു. റിപ്പോർട്ടർമാർ വിട്ടില്ല. ഇത് ചെയ്തത് ആരെന്നാണ് സാറിൻ്റെ സംശയം? MLA ശ്രീനിവാസ കിടാവ്. ഉത്തരം ഒട്ടും വൈകിയില്ല. അദ്ദേഹം പിന്നെ എങ്ങോട്ട് പോയിരിക്കും സാർ? അനർഹമായതും അളവറ്റതുമായ സമ്പത്ത് കിട്ടിയാൽ മനുഷ്യർ എന്താണ് ചെയ്യുക? അയാളും അങ്ങനെ തന്നെ ചെയ്തിരിക്കും. കൂടുതൽ പറയാതെ CIയും പോലീസ് സംഘവും നിലവറയിൽ നിന്നിറങ്ങി. പിന്നീട് അവർ പരിശോധിച്ചത് തട്ടിൻപുറമായിരുന്നു. ഗോവണിയിലെ മരപ്പലകകൾ ഒട്ടുമുക്കാലും പോയിരുന്നതിനാൽ പോലീസ് തങ്ങൾ കൊണ്ടുവന്ന അലൂമിനിയം ഗോവണി വെച്ചാണ് അവിടെ കയറിയത്. അവിടെ പൊടിപ്പിടിച്ച് കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഓട്ടുപാത്രങ്ങൾക്ക് അപ്പുറം കഴുക്കോലുകളോട് ചേർത്ത് തറച്ചിരിക്കുന്ന കുറച്ചു ഭാഗത്തെ പലകകൾ അടർത്തി മാറ്റിയിട്ടിരിക്കുന്നതും ഓടുകൾ നീക്കം ചെയ്തിരിക്കുന്നതും കണ്ടെത്തി.
തട്ടിൻപുറത്തെ പൊടിപടലങ്ങളിൽ പതിഞ്ഞിരുന്ന കാലടി അടയാളങ്ങളിൽ നിന്ന് ആരൊക്കെയോ ആ വഴി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അലിയാർ കണക്കുകൂട്ടി. ചകരകിടാവിൻ്റെയും ചന്ദ്രകലയുടെയും ബോഡികൾ ആംബുലൻസുകളിൽ കയറ്റിക്കഴിഞ്ഞു. നടുത്തളത്തിലെ കസേരയിൽ ചിന്താധീനനായി ഇരിക്കുകയായിരുന്നു SP ഷാജഹാൻ. CI അലിയാർ അയാൾക്ക് അടുത്തേക്ക് ചെന്നു. എന്താടോ, വല്ല തുമ്പും കിട്ടിയോ? ഒട്ടും പ്രതീക്ഷയില്ലാത്ത രൂപത്തിലായിരുന്നു ഷാജഹാൻ്റെ ചോദ്യം. ഇതുവരെയില്ല സാർ, പക്ഷേ ഒരിടം ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചു. പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ളതാണെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഷാജഹാൻ്റെ മുഖത്തൊരു പ്രകാശം മിന്നി. ഇത്തവണ തെളിവ് കിട്ടിയോ? അങ്ങനെ വേണമെങ്കിൽ കരുതാം സാർ. ഷാജഹാന് മനസ്സിലായില്ല. അലിയാർ വിശദീകരിച്ചു. പാഞ്ചാലി ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഞാനൊരു കറുത്ത കമ്പിളി വെച്ചിരുന്നു. അത് ആരെങ്കിലും എടുക്കുമോ എന്നറിയുവാൻ. ഇപ്പോൾ അത് അവിടെയില്ല. അതിനാൽ തന്നെ അത് എടുത്തവരെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. SP-യും എഴുന്നേറ്റു. എങ്കിൽ ഞാനും വരാം. ഏതാനും പോലീസുകാരെയും കൂട്ടി SP-യും CI-യും പാഞ്ചാലിയുടെ മുറിയിലെത്തി. പ്രഥമ ദൃഷ്ട്യ അവിടെ നിന്ന് ഒരു തുമ്പു കിട്ടുന്നതായി തോന്നിയില്ല. ഒരു കട്ടിലും മേശയും കസേരയും പിന്നെ ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന അലമാരയും. CI അലമാര തുറന്നു. അതിൽ അടുക്കി വെച്ചിരിക്കുന്ന പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ. അലിയാർ അത് മുഴുവൻ വലിച്ചു താഴെയിട്ടു. തടികൊണ്ടുണ്ടാക്കിയ അലമാരയായിരുന്നു അത്. ഷാജഹാനും അതിൽ ശ്രദ്ധിച്ചു. പ്രകടമായി ഒന്നും കാണാനില്ല. അലിയാർ അലമാരയുടെ തട്ടുകളിൽ പിടിച്ച് ബലം പരിശോധിച്ചു. അത് അനങ്ങുന്നുണ്ട്. അയാൾ ഒന്ന് കുലുക്കി. അത് വലിച്ചു. നോക്കി നിന്ന എല്ലാവരിൽ നിന്നും ആശ്ചര്യസൂചകമായ ഒരു ശബ്ദമുയർന്നു. മേശയുടെ ഡ്രോ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് പോലെ അലമാരയുടെ തട്ടുകൾ ഓരോന്നായി ഊരിപ്പോന്നു. അലിയാരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ പരിശോധിച്ചേനെ. ഷാജഹാന് ഇപ്പോഴൊന്നും തോന്നിയില്ല. അലിയാർ മന്ത്രിച്ചു. ഇതിലെ തുണികൾ അടുക്കുതെറ്റിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് കാര്യമാക്കാഞ്ഞതാണ് മടയത്തരമായത്. അലമാരയുടെ പിൻഭാഗത്ത് തറച്ചിരുന്ന പലകകൾ ബലമേറിയതായിരുന്നു. അലിയാർ അതിൽ തള്ളി നോക്കി. അനക്കമില്ല. ഒരു പോലീസുകാരിൽ നിന്ന് ലാത്തി വാങ്ങി അതിൽ അടിച്ചു. വല്ലാത്തൊരു മുഴക്കം. പോയി ഒരു പാര കൊണ്ടുവാ, അലിയാർ കൽപ്പിച്ചു. പോലീസുകാരൻ പോയി ഒരു പാരയുമായി വന്നു. പൊളിക്ക്. CI അലമാരയ്ക്കുള്ളിലേക്ക് കൈ ചൂണ്ടി. അലിയാരെ, SP എന്തോ ചോദിക്കാൻ ഭാവിച്ചു. CI കൈ ഉയർത്തി. സാറിൻ്റെ സംശയത്തിനുള്ള ഉത്തരം ഇപ്പോൾ കിട്ടും. പോലീസുകാരൻ പാര കൊണ്ട് അലമാരയുടെ പിന്നിലെ പലകയിൽ കുത്താൻ ഭാവിച്ചു. നിൽക്ക്, SP ഷാജഹാൻ പെട്ടെന്ന് പറഞ്ഞു. എന്താ സാർ? അലിയാർ അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ കുത്തി പൊളിക്കുന്നത്? അലമാര ഇങ്ങോട്ട് മാറ്റിയാൽ പോരെ? സാറിൻ്റെ ഇഷ്ടം. അലിയാർക്ക് ചിരി വന്നു. എന്നാൽ 4 പോലീസുകാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അലമാര ഒരിഞ്ച് നീക്കാനായില്ല. ഷാജഹാന് ദേഷ്യം വന്നു. അത് മുന്നോട്ട് മറിക്കേ. അതിന് ശ്രമിച്ചിട്ടും അലമാരയ്ക്ക് അനക്കമില്ല. അത് ഭിത്തിയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് സാർ, ഒരു കട്ടിള പോലെ, അലിയാർ പറഞ്ഞു. പിന്നെ അയാൾ കമ്പിപ്പാര വാങ്ങി തുരുതുരെ 4-5 തവണ കുത്തി. അവസാന കുത്തിൽ പലക തുളച്ച് പാര അകത്തേക്ക് പോയി. അത്ഭുതം നിറഞ്ഞ ഒരു ശബ്ദം CI അലിയാർ ഒഴികെയുള്ളവരിൽ നിന്ന് പുറത്തു വന്നു. SP ഷാജഹാൻ അഭിനന്ദന സൂചകമായി അലിയാരുടെ തോളിൽ തട്ടി. തന്നെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. അലിയാർ ഇരുമ്പ് പാര പോലീസുകാർക്ക് കൈമാറി. അവർ അലമാരയുടെ പിൻഭാഗം കുത്തിയടർത്തി പലകകൾ നീക്കം ചെയ്ത് തുടങ്ങി. അതിനനുസരിച്ച് അലമാരയ്ക്കപ്പുറം കനത്ത ഇരുൾ പ്രത്യക്ഷമായി. ഒപ്പം ഒരു തരം ഹുങ്കാരത്തിൻ്റെ പ്രതിധ്വനി. എല്ലാവരും കാതു കൂർപ്പിച്ചു. ഏതോ മലയിടുക്കിൽ വെള്ളം പതിക്കുന്നത് അകലെ നിന്ന് കേൾക്കുന്നത് പോലെ. പലകകൾ കുറച്ച് നീക്കി കഴിഞ്ഞപ്പോൾ അലിയാർ നിർദ്ദേശിച്ചു. ഇനിയൊന്ന് നിർത്തിക്കേ. പോലീസുകാർ പിന്നോട്ട് മാറി. അലിയാർ അലമാരയ്ക്കുള്ളിൽ കയറി നിന്നു. ശേഷം പലക പൊളിച്ച ഭാഗത്തുകൂടി അപ്പുറത്തേക്ക് കൈ കടത്തി പരതി നോക്കി. ആ കൈപ്പടം എന്തിലോ പതിഞ്ഞു. അലിയാർ അത് വലിച്ചു നീക്കി. ഒരു ഓടാമ്പലാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. പിന്നെ ബാക്കി പലകകളിൽ 2 കൈകളും അമർത്തി അകത്തേക്ക് തള്ളി. അനായാസം അത് ഒരു വാതിലായി അപ്പുറത്തേക്ക് തുറക്കപ്പെട്ടു. അതുവഴി തണുത്ത വായു അവിടത്തേക്ക് അടിച്ചു. അലിയാർ അവിടേക്ക് ടോർച്ച് മിന്നിച്ചു. ഏതാണ്ട് 4 പേർക്ക് ഒരേ സമയം കടന്നു പോകാൻ കഴിയുന്നത്ര വലിയ തുരങ്കം. നിലവറയിൽ നിന്ന് പുറത്തേക്കും ഏതാണ്ട് ഇതേ മാതൃകയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്ന് അലിയാർ ഓർത്തു. എന്നാൽ ഇപ്പോൾ അത് പാറകൾ അടർന്നു വീണ് ഏകദേശം അടഞ്ഞ നിലയിലാണ്. എന്നാൽ ഇവിടം ശൂന്യമാണ്. തുരങ്കത്തിലെ ഇരുട്ടിലൂടെ ടോർച്ചിൻ്റെ വെളിച്ചം നീണ്ടുപോയി. അവിശ്വസനീയമായ ഭാവത്തിൽ നിൽക്കുകയാണ് SP ഷാജഹാനും പോലീസുകാരും. സാർ, ഞാൻ ഇതിൽ കൂടി ഒന്ന് പോകുകയാണ്. ഇതിൻ്റെ അവസാനം എവിടെയായിരിക്കുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അലിയാർ തിരിഞ്ഞ് ഷാജഹാനെ നോക്കി. എങ്കിൽ ഞാനും വരുന്നടോ. ചില പുസ്തകങ്ങളിലും പിന്നെ സിനിമകളിലൊക്കെയേ ഇത്തരം തുരങ്കങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. വാതിൽ അടച്ചിട്ടും കോവിലകത്തിനുള്ളിലേക്ക് ആളുകൾ വരികയും പോകുകയും ചെയ്തിരുന്നത് ഈ വഴിയാണ്. അതിനാൽ കുറേ പേർ അവരെ പ്രേതങ്ങളെന്ന് വിശ്വസിച്ചു. ഒന്ന് നിർത്തി ഷാജഹാൻ തുടർന്നു. അതിന് അവരെയും കുറ്റം പറയാൻ കഴിയില്ല. അത്രയ്ക്ക് കണക്കുകൂട്ടലോടെ ആയിരുന്നല്ലോ ഇതിൻ്റെ നിർമ്മിതിയും. പെട്ടെന്ന് ചില ചാനൽ പ്രതിനിധികൾ മുറിയിലേക്ക് കയറി വന്നു. സാർ, ഞങ്ങളെ കൂടി അകത്തേക്ക് കൊണ്ടുപോകണം. മറുപടി നൽകിയത് അലിയാരാണ്. സോറി ഫ്രണ്ട്, ഇപ്പോൾ പറ്റില്ല. പക്ഷേ ഞങ്ങൾ മടങ്ങി വന്ന ശേഷം തീർച്ചയായും നിങ്ങൾക്ക് അവസരം തരാം. ഇപ്പോൾ ഈ ഗുഹ എവിടെയാണ് അവസാനിക്കുന്നതെന്നോ അതിനുള്ളിൽ എന്തൊക്കെയോ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നോ പ്രവചിക്കാൻ സാധ്യമല്ല. അലിയാർ SP-ക്ക് നേരെ തിരിഞ്ഞു. സാർ, പ്ലീസ് കം. ഹെഡ്ലൈറ്റുകളും മറ്റും സജ്ജമാക്കി SP, CI പിന്നെ 2 പോലീസുകാർ എന്നിവർ തുരങ്കത്തിലേക്ക് ഇറങ്ങി. മറ്റുള്ളവരെ അവിടെ കാവൽ നിർത്തി.
സ്ഥിരമായി സഞ്ചാരം ഉള്ളതുപോലെയായിരുന്നു ഗുഹയുടെ അടിത്തട്ട്. പാറ തുരന്നതും കല്ലുകൾ അടുക്കിയതുമായ ഭിത്തികളും മേൽത്തട്ടും. ചിലയിടങ്ങളിൽ നനവിൻ്റെ ചാലുകളുമുണ്ട്. മുന്നോട്ട് പോകുന്തോറും നേരത്തെ കേട്ട ഹുങ്കാരം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഗുഹയിൽ ചില ഭാഗങ്ങളിൽ താഴേക്കുള്ള കൽപ്പടവുകളും ചിലപ്പോൾ മുകളിലേക്കുള്ളതും കണ്ടു. അതെന്താ? ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഷാജഹാൻ കൈ ചൂണ്ടി. എല്ലാവരും സൂക്ഷിച്ചു നോക്കി. ഒരു കറുത്ത സാധനം. അത് വളഞ്ഞു നിൽക്കുന്നു. കരിന്തേള, അലിയാർ പറഞ്ഞു. അതിൻ്റെ കാലുകൾ കണ്ടോ? ഞണ്ടിൻ്റേതുപോലെ. വളച്ചു നിർത്തിയിരിക്കുന്ന വാൽ നോക്കിയാൽ അറിയാം അത് ആക്രമണ സജ്ജമാണെന്ന്. ആ വാൽ കൊണ്ട് ഒരു കുത്ത് കിട്ടിയാൽ ബുള്ളറ്റ് തുളഞ്ഞിറങ്ങുന്ന പോലെ ഇരിക്കും. അലിയാർ പറയുന്നതിനിടയിൽ കാൽ കൊണ്ട് തറയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കി. തേൾമെല്ലെ ഒരു കല്ലിൻ്റെ ഇടുക്കിലേക്ക് കയറി മറഞ്ഞു. ഭൂമിയുടെ കിടപ്പനുസരിച്ചാണ് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണവും, ഷാജഹാൻ പറഞ്ഞു. വീണ്ടും അവർ നടന്നു. തുരങ്കം അവസാനിക്കുന്നില്ല. തുരങ്കത്തിനുള്ളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ഹുങ്കാര ശബ്ദം വീണ്ടും വർദ്ധിച്ചു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. അകലെ വെളിച്ചം ഒരു ചതുരകഷ്ണമായി കണ്ടു. നമ്മൾ എത്താറായി സാർ, അലിയാർ സന്തോഷത്തോടെ പറഞ്ഞു. അതോടെ എല്ലാവരുടെയും കാലുകൾക്ക് വേഗതയേറി. അവസാനം അവർ തുരങ്കത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. അതിനപ്പുറം എന്തെന്ന് കാണുവാൻ കഴിയുമായിരുന്നില്ല. കണ്ണാടിയിലെ പ്രതിബിംബം പോലെയായിരുന്നു അത്. ഒരു തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം കവിഞ്ഞു മറിയുന്നത് പോലെ ഗുഹയുടെ മുഖത്തെ മറച്ചുകൊണ്ട് വെള്ളം ശക്തിയിൽ വീണുകൊണ്ടിരുന്നു. ഇതിൻ്റെ നിർമ്മാണം അപാരം തന്നെ. അപ്പുറത്തു നിന്ന് നോക്കിയാൽ ഗുഹാമുഖം കാണാനേ കഴിയാത്ത തരത്തിൽ. ഷാജഹാൻ അത്ഭുതം കൂറി. എന്നാലും ഇത് എവിടെയായിരിക്കും? ആഢ്യൻപാറ, അലിയാർ മന്ത്രിച്ചു. ആഢ്യൻപാറയോ? SP ഷാജഹാനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യെസ് സാർ. പറയുന്നതിനിടയിൽ അലിയാർ തുരങ്കത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. വിയർപ്പ് കണങ്ങളുടെ വലിപ്പത്തിൽ ജലക്കണികകൾ അയാളുടെ ശരീരത്തിലേക്ക് വീണു. ഇപ്പോഴാണ് അലിയാർക്ക് ശരിക്കും അത്ഭുതമായത്. ഗുഹാമുഖത്തു നിന്ന് ഏതാണ്ട് 2 അടി മുന്നിലാണ് വെള്ളം പതിക്കുന്നത്. മാത്രമല്ല ഗുഹയുടെ മുന്നിൽ ഇരുവശത്തേക്കും നടന്നു പോകുവാൻ ഏതാണ്ട് 1.5 അടിയോളം പാറ തള്ളി നിൽപ്പുണ്ട്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീണേക്കാം. ഈ വഴി തന്നെയാണ് സാർ ആരൊക്കെയോ കോവിലകത്തേക്ക് വന്നിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെയും കുറച്ചു കാര്യങ്ങൾ കൂടി CI അലിയാർ വിശദീകരിച്ചു. കുറുകിയ കണ്ണുകളോടെ അതെല്ലാം കേട്ടുനിന്നു SP-യും പോലീസുകാരും. പെട്ടെന്ന് ഷാജഹാൻ്റെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് നമ്പർ നോക്കിയ ശേഷം അയാൾ അറ്റൻഡ് ചെയ്തു. ആ മുഖത്തൊരു ഭാവമാറ്റം അലിയാർ കണ്ടു. ഓക്കെ, ഞാൻ അന്വേഷിച്ചോളാം പറഞ്ഞിട്ട് കോൾ മുറിച്ചുകൊണ്ട് ഷാജഹാൻ അലിയാർക്ക് നേരെ തിരിഞ്ഞു. കിടാവിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യ ശരീരം. അലിയാറുടെ നെറ്റി ചുളിഞ്ഞു. എങ്കിൽ സംശയിക്കാനല്ല സാർ, അത് തീർച്ചയായും MLA ശ്രീനിവാസ കിടാവിൻ്റേത് തന്നെയാണ്. കോവിലകത്ത് നടന്നതിൻ്റെ ബാക്കി. ഷാജഹാൻ അമർത്തി മൂളി. തീർന്നില്ല. നമ്മൾ പുലർച്ചെ വിട്ടയച്ച ബാലഭദ്രൻ തമ്പുരാൻ ഇതുവരെ വീട്ടിൽ മടങ്ങി ചെന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു സാർ. ഇനി അയാളെ ജീവനോടെ കാണാമെന്ന പ്രതീക്ഷ എനിക്കില്ല. എനിക്കും. ഷാജഹാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോലീസുകാർ അമ്പരന്നു. എന്നാൽ ഷാജഹാൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമന്ദസ്മിതം ബാക്കി നിന്നു. വടക്കേ കോവിലകവും അവിടെ നടന്ന ദാരുണ സംഭവങ്ങളും TV ചാനലുകളിൽ നിറഞ്ഞു നിന്നു. ഒപ്പം പ്രജീഷ്, ശ്രീനിവാസക്കിടാവ്, ശേഖരക്കിടാവ് എന്നിവരുടെ മരണങ്ങളും. അന്നത്തെ ദിവസം അങ്ങനെ പോയി. അതിനടുത്ത ദിവസം SP ഷാജഹാൻ CI അലിയാരെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. സാർ, അലിയാർ SP-ക്ക് മുന്നിൽ അറ്റൻഷനായി. താനിരിക്കെ, എതിരെ കിടന്ന കസേരയിലേക്ക് ഷാജഹാൻ കഴിച്ചുകൊണ്ടി. അലിയാർ ഇരുന്നു. ബലഭദ്രൻ തമ്പുരാനെക്കുറിച്ചുള്ള അന്വേഷണം എത്രത്തോളമായി? തുടങ്ങി വച്ചതേയുള്ളൂ സാർ. ഇന്നലെ ഒന്നിനും സമയം കിട്ടിയില്ലല്ലോ. ഷാജഹാൻ തലയാട്ടി. പാഞ്ചാലിക്ക് നീതി കിട്ടും എന്ന് ഉറപ്പല്ലേ? കിട്ടും പറഞ്ഞിട്ട് അലിയാർ ചുറ്റും നോക്കി. മറ്റാരും അവിടെയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും സ്വരം താഴ്ത്തി. പാഞ്ചാലി ജീവിച്ചിരിപ്പുണ്ടെന്ന് സാറിന് അറിയാമായിരുന്നു അല്ലേ? ഇത്തവണ വിസ്മയിച്ചത് ഷാജഹാനാണ്. താനെന്താ എങ്ങനെ ചോദിക്കുന്നത്? ഒക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും. മരണപ്പെട്ടവർ പലരും അന്യോന്യം ശത്രുക്കളായിരുന്നു എന്നത് നേര്. പക്ഷേ ഇരു കൂട്ടരോടും പകയുള്ള ആരോ കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് പാഞ്ചാലിയാണെന്നും കോവിലകത്ത് കുന്തിരക്കത്തിൻ്റെ ഒരു കഷ്ണം കണ്ടപ്പോൾ തന്നെ അത് ഞാൻ ഊഹിച്ചു. പിന്നെ നിലമ്പൂർ കാടുകളിൽ കുന്തിരക്കത്തിൻ്റെ വൃക്ഷമുണ്ടോയെന്നും ഞാൻ അന്വേഷിച്ചു. അതും ഉണ്ടെന്നറിഞ്ഞു. SP-ക്കും CI-ക്കും ഇടയിൽ അല്പനേരം മൗനം മുറുകി. അത് മുറിച്ചത് അലിയാരാണ്. സാർ, ഒരുപക്ഷെ ബലഭദ്രൻ തമ്പുരാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഞാൻ പാഞ്ചാലിയെ കണ്ടെത്തും. അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. SP-യും CI-യും കൂടി അല്പസമയം കൂടി സ്വരം താഴ്ത്തി സംസാരിച്ചു. ആഢ്യൻപാറ മുറിച്ചു കടന്ന് വെള്ളത്തിലൂടെ അലിയാരും സംഘവും വനത്തിൽ പ്രവേശിച്ചു. ഒരു തവണ ട്രൈബ്സിൻ്റെ കോളനിയിലേക്ക് പോയിട്ടുള്ളതിനാൽ ഇത്തവണ യാത്ര എളുപ്പമായിരുന്നു. പോലീസ് സംഘത്തെ കണ്ട് കുരങ്ങുകൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വൃക്ഷശിഖരങ്ങൾ വഴി പാഞ്ഞുപോയി. ആ സമയം ഉൾവനത്തിൽ ഒരിടത്ത് വലിയൊരു വൃക്ഷത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന കനത്ത വേരുകൾക്ക് ഇടയിൽ കിടക്കുകയായിരുന്നു ബലഭദ്രൻ തമ്പുരാൻ. അയാളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. വായിൽ കുറേ പച്ചില തിരികെ കയറ്റിയിരിക്കുന്നു. കരിയിലകൾ ഞെരിഞ്ഞപരുന്ന ശബ്ദം. ഒരു വശം ചെരിഞ്ഞു കിടക്കുകയായിരുന്ന തമ്പുരാൻ ബന്ധപ്പെട്ട് മുഖമുയർത്തി. കൂറ്റൻ വൃക്ഷങ്ങൾക്ക് അടിയിലൂടെ കമ്പിളി പോലെ എന്തോ പുതച്ചു കുറേ ആളുകൾ വരുന്നത് അയാൾ കണ്ടു. രക്ഷിക്കണേ എന്ന് അലറിക്കരയണമെന്നുണ്ട് അയാൾക്ക്. പക്ഷേ വായിൽ പച്ചിലകൾ ഇരിക്കുന്നതിനാൽ സാധിക്കുന്നില്ല. ഏതാണ്ട് 15ഓളം വരുന്ന ഒരു സംഘമായിരുന്നത്. ഏറ്റവും മുന്നിൽ പാഞ്ചാലിയായിരുന്നു. എന്നാൽ കത്തിയെരിഞ്ഞ രൂപത്തിൽ നിൽക്കുന്ന അവളെ അയാൾക്ക് മനസ്സിലായില്ല.
പാഞ്ചാലി തിരിഞ്ഞ് തൻ്റെ കൂടെ വന്നവരെ നോക്കി. അവർ തമ്പുരാനെ പിടിച്ചുയർത്തി വൃക്ഷത്തിൽ ചാരി നിർത്തി. ശേഷം കൈകളിലെ കെട്ടുകൾ മാത്രം അഴിച്ചു. ബലഭദ്രൻ തമ്പുരാൻ കിട്ടിയ സമയത്തിനുള്ളിൽ വായിൽ നിന്ന് പച്ചിലകൾ വലിച്ചെടുത്തു. പിന്നെ അലറി, നീയൊക്കെ ആരോടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? അറിയാം. ഒരു പക്ഷേ ഈ നിലമ്പൂർ കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയോട്, അല്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ പോലും ഉള്ളവരെ നിർദാക്ഷിണ്യം വകവരുത്താൻ മടിയില്ലാത്ത സാഡിസ്റ്റിനോട്. തമ്പുരാൻ്റെ തൊട്ടുമുന്നിൽ നിന്ന് പാഞ്ചാലി പറഞ്ഞു. അയാൾ അവളെ തുറച്ചു നോക്കി. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപവും ശബ്ദവും. അയാൾ അവൾക്ക് നേരെ കുതിക്കുവാൻ ഭാവിച്ചു. എന്നാൽ കാലുകളിൽ കെട്ടുള്ളതിനാൽ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അയാൾക്ക് അരികിൽ നിന്നവർ അയാളുടെ കൈകളിൽ പിടിച്ച് ബലമായി ഇരുവശത്തേക്ക് അകറ്റി. കൈപ്പത്തികൾ മലർത്തി വൃക്ഷത്തടിയിലേക്ക് അമർത്തി. തെറ്റ് ചെയ്യുന്നവർ ആരായാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് പ്രകൃതി നിയമം. അത് ഇവിടെയും പാലിക്കപ്പെടണം. പിന്നെ നല്ലതിനു വേണ്ടി ചില തെറ്റുകൾ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല താനും. അതാണ് ഞാൻ പഠിച്ച പാഠം. തമ്പുരാൻ കടപ്പല്ലമർത്തി കുതറിക്കൊണ്ട് തൻ്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഉരുക്കിൻ്റെ കരുത്തായിരുന്നു അയാളെ പിടിച്ചു നിർത്തിയവർക്ക്. പാഞ്ചാലി തുടർന്നു. സ്വന്തം ഇഷ്ടത്തിനും അത്യാർത്ഥിക്കുമായി നിങ്ങൾ സഹോദരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുവാൻ കൂട്ടുനിന്നു. അത് തെറ്റല്ലേ തമ്പുരാൻ? ബലഭദ്രൻ്റെ കണ്ണുകൾ കുറുകി. ഇതൊക്കെ ഈ വനജീവി എങ്ങനെ അറിഞ്ഞു? പ്രായപൂർത്തി പോലും ആകാത്ത സ്വന്തം സഹോദരിപുത്രിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ കൂട്ടുനിന്നത് പഴയ നിങ്ങളുടെ രാജനീതിയാണോ? ചോദിക്കുമ്പോൾ പാഞ്ചാലിയുടെ ശബ്ദം നനഞ്ഞു. തമ്പുരാൻ മറുപടി നൽകിയില്ല. വനത്തിൽ കരുത്തന്മാരായ മൃഗങ്ങൾ ദുർബലരെ കൊല്ലാറുണ്ട്. അതിലൊരു നീതിയുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വേട്ടയാടലാണത്. എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ? ആവശ്യത്തിലധികം സ്വത്തുവകകൾ ഉണ്ടായിട്ടും പിന്നെയും വാരിക്കൂട്ടാനുള്ള അത്യാർത്തി. അതുമൂലമല്ലേ ഇക്കണ്ട പാപങ്ങളൊക്കെ ചെയ്തു തീർത്തത്? ഹാ! ഇതിലൊന്നും ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ബലഭദ്രൻ തലകുടഞ്ഞു. അയാളുടെ ശിരസ് മരത്തടിയിൽ ഇടിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. പാഞ്ചാലിയുടെ മുഖത്ത് ക്രൂരമായ ചിരിയുണ്ടായി. ഇല്ല തമ്പുരാൻ, ഇന്നലെ വരെ ചെയ്തതിന് ഫുൾ സ്റ്റോപ്പ്. ഇനി അതിന് കഴിയില്ല. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരണയാണ്. ശിക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. നിങ്ങളെപ്പോലെ ഒരാൾക്ക് അന്ത്യാഭിലാഷം വ്യക്തമാക്കുവാൻ പോലും അനുവാദമില്ല. ഥൂ! തമ്പുരാൻ കാറിത്തുപ്പി. എനിക്ക് ശിക്ഷ വിധിക്കാൻ നീയൊക്കെ ആര്? വെറും കാട്ടുജാതിക്കാർ, അപരിഷ്കൃതർ. ഒരു കാലത്ത് എൻ്റെ കോവിലകത്തിൻ്റെ ഉപ്പും ചോറും കഴിച്ച് വിശപ്പടക്കിയിരുന്നവർ. പാഞ്ചാലി ഉറക്കെ ചിരിച്ചു. അത് തന്നെയാണ് കാരണം തമ്പുരാൻ. ഔദാര്യത്തിൽ ജീവിച്ചവർക്ക് അതിനുള്ള നന്ദി കാണിക്കേണ്ടതുണ്ട്. കോവിലകത്തുള്ളവർക്ക് ആപത്തുണ്ടാക്കിയവരെ ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉപ്പും ചോറും തിന്നവർക്ക് മാത്രമാണ്. അത് അവരുടെ കടമയാണ്. ഇനിയും അത് ചെയ്തില്ലെങ്കിൽ രാമഭദ്രൻ തമ്പുരാൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദിക്കേടാവും. ഇങ്ങനെയൊക്കെ പറയാൻ നീ ആരാ? ആ ചോദ്യത്തിന് പിന്നാലെ പാഞ്ചാലി തൻ്റെ ശിരസ്സു വഴി ഇട്ടിരുന്ന കറുത്ത കമ്പിളി വലിച്ചെടുത്തു. നോക്ക്, സൂക്ഷിച്ചു നോക്ക്. എന്നെ അറിയുമോ? ബലഭദ്രൻ സൂക്ഷിച്ചു നോക്കി. ഒരിടത്തും കണ്ട ഓർമ്മയില്ല. മനസ്സിലാകുന്നില്ല അല്ലേ? മനസ്സിലാകില്ല. കാരണം ഞാനിങ്ങനെ ആയിത്തീരാൻ കാരണക്കാരൻ നിങ്ങൾ കൂടിയാണ്. വികാര വിക്ഷോഭം കാരണം പാഞ്ചാലിയുടെ ശ്വാസഗതിക്ക് വേഗതയേറി. നെഞ്ചിടം ക്രമാതീതമായി ഉയർന്നു താണു. ആഢ്യൻപാറയിൽ വെച്ച് 10ാം ക്ലാസ് പാസ്സായ ചെറുപ്രായം മാത്രമുള്ള ഒരു പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ കൂട്ടുനിന്നത് മറന്നുപോയോ തമ്പുരാൻ? തീ പിടിച്ച ഒരു പെണ്ണിന് ഇതിൽ കൂടുതൽ എന്താകാൻ കഴിയും? ശിരസിന് മുകളിൽ ഒരു വെള്ളിടി വെട്ടിയതുപോലെ ബലഭദ്രൻ കിടുങ്ങി. ആ കൂറ്റൻ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ തനിക്ക് മീതെ അടർന്നു പതിക്കുന്നത് പോലെ. പാഞ്ചാലി! അറിയാതൊരു ശബ്ദം ബലഭദ്രൻ്റെ തൊണ്ടക്കുഴിയിൽ പിടഞ്ഞു വീണു ചത്തു. അതെ, പാഞ്ചാലി തന്നെ. അവളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. തമ്പുരാൻ വിവശനായി. ഇവൾ തനിക്ക് മാപ്പ് തരില്ലെന്ന് ഉറപ്പായി. മോളെ! പെട്ടെന്ന് അയാൾ വിളിച്ചു. മിണ്ടരുത് നിങ്ങൾ! അങ്ങനെയൊരു വാക്ക്! അവൾ കൈ ചൂണ്ടി. ഒപ്പം തൻ്റെ ആളുകൾക്ക് ഒരു ആംഗ്യം കാട്ടി. അടുത്ത നിമിഷം അവർ തമ്പുരാൻ്റെ കൈപ്പത്തികളിൽ ഓരോ ഇരുമ്പാണികൾ അമർത്തി. പിന്നെ കല്ലുകൊണ്ട് അടിച്ചു കയറ്റി. ആ! ബലഭദ്രൻ തമ്പുരാൻ്റെ ദിഗന്ധം പിളരുന്ന നിലവിളി മലമളക്കുകളിൽ തട്ടിപ്രതിധ്വനിച്ചു. തെല്ലകലെ ഒരു മരത്തിൽ തലക്കീഴായി കിടന്നിരുന്ന വവ്വാലുകൾ ഭീതിയോടെ ചിറകടിച്ച് ഇളകിപ്പറന്നു. ചുഴലിക്കാറ്റിൽ കരിയിലകൾ വട്ടം കറങ്ങിയിരുന്നത് പോലെയായിരുന്നു അത്. തീയിൽ ചവിട്ടി നിൽക്കുന്നത് കണക്കെ ബലഭദ്രൻ തുള്ളിപ്പിടഞ്ഞു. കൈപ്പത്തികൾ തുളഞ്ഞു കയറിയ ആണികൾ മരത്തിലുറച്ചു. അതുവഴി ചോരച്ചാലുകൾ തീർത്ത് ഒഴുകി വീണുകൊണ്ടിരുന്നു. മോളെ, ചെറിയച്ഛനോട് ക്ഷമിക്കടേ. എനിക്കുള്ളതെല്ലാം ഞാൻ നിന്റെ കാൽക്കൽ അടിയേറു വയ്ക്കാം. ബലഭദ്രൻ നിലവിളിച്ചു. നീ അറിഞ്ഞോ? എൻ്റെ ദേവമോള് പോയടി. അവളുടെ സ്ഥാനത്ത് നിർത്തി നിന്നെ ഞാൻ പൊഞ്ഞുപോലെ വളർത്തിക്കോളാം. പാഞ്ചാലി ചുണ്ടുകൊട്ടി പുച്ഛിച്ചു. ദേവേച്ചിക്ക് അങ്ങനെ ഒരു വിധിയുണ്ടായെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ ഒരുത്തനാ ചെറിയച്ഛ. നിങ്ങളുടെ കർമ്മഫലം കാലം എക്കാലവും ദുഷ്ടന്മാരുടെ കൂടെ നിൽക്കില്ല എന്നതിൻ്റെ തെളിവ്. ഏതായാലും നിങ്ങൾക്ക് മാപ്പില്ല. ശരീരം തീ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും പാരവശ്യവും അറിയണം നിങ്ങളും. അല്ലാതെ നിങ്ങളെ പരലോകത്തേക്ക് അയച്ചാൽ ഈശ്വരന്മാർ പോലും പൊറുക്കില്ല എന്നോട്. മോളെ! അയാളുടെ വിളി ശ്രദ്ധിക്കാതെ പാഞ്ചാലി വെട്ടിത്തിരിഞ്ഞു. കത്തിച്ചേര്, പക്ഷേ വനത്തിലേക്ക് തീ പടരാതെ നോക്കണം. അവൾ തൻ്റെ ആളുകളോട് പറഞ്ഞിട്ട് കുറച്ച് അകലേക്ക് മാറി ഒരു വലിയ കല്ലിൽ ഇരുന്നു. ആളുകൾ തമ്പുരാന് ചുറ്റും കൂടി. 2 പേർ ഒരു കാട്ടുവള്ളി ബലഭദ്രൻ്റെ കാലുകളിൽ ചുറ്റി.
മറ്റേ അഗ്രം മരത്തിൽ ചേർത്ത് കെട്ടി. അയാൾ അനങ്ങാതിരിക്കുവാൻ അപ്പോഴേക്കും 50ഓളം പേര്, സ്ത്രീകളും കുട്ടികളും അടക്കം, ഉണങ്ങിയ കാട്ടുകമ്പുകളുമായി വന്നു. 4-5 പേർ ചേർന്ന് അവ ബലഭദ്രന് ചുറ്റും അടുക്കുവാൻ തുടങ്ങി. വേണ്ട മോളെ, വേണ്ട. ബലഭദ്രൻ്റെ ചിലമ്പിച്ച വിലാപം തുടർന്നുകൊണ്ടിരുന്നു. ആരും അത് ചെവിക്കൊണ്ടില്ല. അവർ മരത്തോട് ചേർത്ത് ബലഭദ്രൻ്റെ ശരീരത്തിൽ കഴുത്തോളം ഉയരത്തിൽ വിറകടുക്കി. തന്നെ സ്റ്റീം ബാത്തിന് നിർത്തിയിരിക്കുന്നത് പോലെ തോന്നിച്ചു അപ്പോൾ ബലഭദ്രന്. മതി. പാഞ്ചാലി കൈ ഉയർത്തി. അതോടെ വിറക് അടുക്കുന്നത് നിർത്തി. അല്പം കരിയിലകളും ചെറുകമ്പുകളും അടുക്കിയ വിറകിനോട് ചേർത്തിട്ട് അവരിലൊരാൾ തീപ്പെട്ടി ഉരച്ചു. കരിയിലയിൽ തീ പെട്ടെന്ന് പടർന്നു. മറ്റുള്ളവർ വൃക്ഷച്ചുവട്ടിൽ നിന്നു. തീ വനത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ഏകദേശം 5 അടി അകലത്തിൽ വൃക്ഷത്തിന് ചുറ്റും തൂത്ത് വൃത്തിയാക്കി. കരിയിലകളിൽ നിന്ന് ചെറുകമ്പുകളിലേക്ക് തീ പിടിച്ചു തുടങ്ങി. കാൽപാദത്തിൽ നേരിയ ചൂട് അനുഭവപ്പെട്ടു ബലഭദ്രൻ തമ്പുരാന്. മോളെ, നീ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ. ചെറിയച്ഛനെ കൊല്ലാതിരി. അവസാന കച്ചിത്തുരുമ്പ് എന്ന വണ്ണമായിരുന്നു ബലഭദ്രൻ്റെ യാതന. തരുമോ? പെട്ടെന്ന് പാഞ്ചാലി കല്ലിൽ നിന്ന് എഴുന്നേറ്റു. തരാം. ബലഭദ്രന് ഒരു പ്രതീക്ഷ തോന്നി. എങ്കിൽ താ. എൻ്റെ പപ്പയെയും അമ്മയെയും എൻ്റെ വിവേകിന് താ. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം തിരിച്ചു താ. മോളെ, ആകാശമടർത്തി കൈവെള്ളയിൽ വെച്ച് തരാൻ പറയുന്നത് പോലെയല്ലേടി ഇത്? ബലഭദ്രൻ്റെ കണ്ണുകളിൽ നിന്ന് 2 നീർച്ചാലുകൾ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. അതെ. പാഞ്ചാലി മുന്നോട്ടെടുത്തു. നമുക്ക് തിരിച്ചു നൽകാൻ കഴിയാത്തതൊന്നും നശിപ്പിക്കരുത് ചെറിയച്ഛ. ഇത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയേണ്ട പാഠം. പാഞ്ചാലി മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. പോകാം. പിന്നെ ആരും നിന്നില്ല. അവിടെ സകലരും നടന്നുപോയി, കുറ്റിച്ചെടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട്. ഇപ്പോൾ അവിടെ മറ്റാരും വന്നതായിട്ട് പോലും തോന്നുമായിരുന്നില്ല. വിറകിന് തീപിടിച്ച് ബലഭദ്രൻ്റെ മുട്ടോളം എത്തിക്കഴിഞ്ഞു. ഒന്ന് പിടയോ പോലും കഴിഞ്ഞില്ല അയാൾക്ക്. കാലുകളിലെ പച്ചമാംസത്തിലേക്ക് പഴുത്ത ലോഹത്തിൽ നിന്ന് എന്നവണ്ണം തീത്തുണ്ടുകൾ തുളഞ്ഞു കയറുവാൻ തുടങ്ങി. അപ്പോൾ ബലഭദ്രൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ മിന്നി. രാമഭദ്രൻ്റെ, വസുന്ധരയുടെ, പിന്നെ പലപ്പോഴായി താൻ കൊന്നതും കൊല്ലിച്ചവരുടേതുമായ മുഖങ്ങൾ. അവസാനം ചെമ്പിലിട്ട് പുഴുങ്ങിയ പ്രജിഷിൻ്റേതുവരെ. തീ അരക്കെട്ടും കടന്ന് മുകളിലേക്ക് ഉയർന്നു. പിന്നെ അത് നെഞ്ചോളമായി. സ്വന്തം മാംസം കരിയുന്ന ഗന്ധം തമ്പുരാൻ അറിഞ്ഞു. അവസാനം അയാളുടെ ശിരസിനെയും തീ വന്നു മൂടി. CI അലിയാരും സംഘവും ഉൾവനത്തിലെത്തി. അവിടെ നടപ്പാത 2ആയി പിരിയുകയാണ്. മുൻപ് ഒരിക്കൽ ഇവിടെ വന്നെങ്കിലും ഇടത്തേക്കോ വലത്തേക്കോ പോകേണ്ടത് എന്നൊരു സന്ദേഹം. അലിയാർ തിരിഞ്ഞ് SI സുകേഷിനെ നോക്കി. എങ്ങോട്ടാ സുകേഷേ? സാർ, വലത്തേക്കാ. SI പറഞ്ഞു. വീണ്ടും യാത്ര. ഇപ്പോൾ വഴി നന്നായി ഓർമ്മ വന്നു. പെട്ടെന്ന് സുകേഷ് നിന്നു. മൂക്ക് വിടർത്തി മണം പിടിച്ചു. സാർ, ആരോ മാംസം വേവിക്കുന്നത് പോലെ തോന്നുന്നു. CIയും പോലീസുകാരും ശ്രദ്ധിച്ചു. ശരിയാണ്, വേകുന്ന മാംസത്തിൻ്റെ ഗന്ധം. ട്രൈബ്സ് ഏതെങ്കിലും മൃഗത്തെ പിടിച്ച് ചുടുകയാവും. വല്ല മുയലോ കാട്ടുകോഴിയോ, ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. അത് ശരിയായ കാര്യമല്ലല്ലോ. വനവിഭവങ്ങൾ അവർക്ക് എടുക്കുവാൻ അനുവാദമുണ്ട്, പക്ഷേ ജീവികളെ കൊല്ലാനില്ല. ഫോറസ്റ്റുകാരെ കൂടി കൂട്ടേണ്ടതായിരുന്നു. അതും പറഞ്ഞ് അലിയാർ വീണ്ടും നടന്നു. 1 മണിക്കൂർ യാത്ര കൂടി. അവർ സ്ട്രൈബ്സിൻ്റെ കോളനിയിലെത്തി. അവരെ കണ്ട് അവിടുത്തെ താമസക്കാർ മെല്ലെ അടുത്തെത്തി. കൂട്ടത്തിൽ കാണി മൂപ്പനും ഉണ്ടായിരുന്നു. വരണം സാർ. മൂപ്പൻ കൈക്കൂപ്പി. ചുറ്റുമുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അലിയാരും സംഘവും മൂപ്പൻ്റെ കുടിലിന് മുന്നിലേക്ക് നീങ്ങി. അവിടെ മരക്കുറ്റികൾ നാട്ടി അതിൽ കമ്പുകൾ പാകിയുണ്ടാക്കിയ ബെഞ്ചിൽ അലിയാരും സുകേഷും ഇരുന്നു. പോലീസുകാർ അവർക്ക് പിന്നിൽ നിന്നു. മൂപ്പ, അലിയാർ കരുതലോടെ സംസാരിച്ചു. കഴിഞ്ഞ ഒരു തവണ ഞങ്ങളിവിടെ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഉവ്വ്, മൂപ്പൻ സമ്മതിച്ചു. എങ്കിൽ ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കരുത്. പാഞ്ചാലി ഇവിടെയുണ്ടെന്നും നിങ്ങളൊക്കെയാണ് അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. അതിനുള്ള തെളിവുകളുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മൂപ്പൻ മിണ്ടാതെ അലിയാരെ തന്നെ നോക്കിയിരുന്നു. CI തുടർന്നു. വടക്കേ കോവിലത്ത് നടന്ന അനേകം കൊലപാതകങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്കെല്ലാം പങ്കുണ്ട്. എന്നുവെച്ച് നിങ്ങളെ ആരെയും ഞങ്ങൾ ഉപദ്രവിക്കില്ല. ഇതെൻ്റെ വാക്കാണ്. സാറിനിപ്പോൾ ആരെയേ വേണ്ടത്? മൂപ്പൻ മെല്ലെ നാവനക്കി. പാഞ്ചാലിയെ. മൂപ്പൻ്റെ മുഖത്ത് പ്രത്യേക ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. അയാൾ അറിയിച്ചു. നിങ്ങൾ വരുമെന്ന് പാഞ്ചാലി തമ്പുരാട്ടി പറഞ്ഞിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കുകയോ തടയുകയോ ചെയ്യരുതെന്നും. അലിയാരും സുകേഷും മുഖാമുഖം നോക്കി. മൂപ്പൻ വീണ്ടും പറഞ്ഞു. സാറന്മാർക്ക് പാഞ്ചാലി തമ്പുരാട്ടിയെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകാം, തടവിലിടാം. എന്നാൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. അതെന്താ? അലിയാർ നെറ്റി ചുളിച്ചു. തമ്പുരാട്ടി ഒരിടത്ത് വരെ പോയിരിക്കുക, ഒരു പ്രധാന കാര്യത്തിന്. അതിപ്പോൾ കഴിഞ്ഞു കാണും. മടങ്ങി വരുന്നത് സാറന്മാരുടെ മുമ്പിലേക്കാവും. മൂപ്പൻ്റെ മകൾ, ഒരു കറുത്ത സുന്ദരി, എല്ലാവർക്കും തേൻ കലർത്തിയ വെള്ളം കുടിക്കാൻ കൊടുത്തു. അതുവരെ അത്തരം ഒരു പാനീയം ആരും കുടിച്ചിട്ടില്ല. മധുരത്തിൻ്റെയും തണുപ്പിൻ്റെയും അപാരമായ രുചി. എനിക്ക് അല്പം കൂടി വേണം, CI പറഞ്ഞു പോയി. അയാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വീണ്ടും വെള്ളം കൊടുത്തു. കർച്ചീഫ് എടുത്ത് ചുണ്ടു തുറച്ചിട്ട് അലിയാർ അറിയിച്ചു. പാഞ്ചാലി എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാം. ഒരാൾ വഴി കാണിച്ചാൽ മതി. അത് വേണ്ട. മൂപ്പൻ ശിരസ് ഇടം വലം വെട്ടിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് തമ്പുരാട്ടി പോയത്. അതിന് വിഘ്നം ഉണ്ടാവരുത്. ട്രൈബ്സിൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഒന്നും ഇല്ലാത്തതിനാൽ കാത്തിരിക്കാൻ തീരുമാനിച്ചു പോലീസ് സംഘം. കാടിനെയും അവരുടെ ജീവിതത്തെയും കുറിച്ചൊക്കെ അലിയാർ ചോദിച്ചറിഞ്ഞു. പാവങ്ങൾ. അലിയാർക്ക് അവരോട് കരുണ തോന്നി. വനസമ്പത്തുകൾ പുറം ലോകത്ത് എത്തിച്ചു കൊടുത്താൽ കിട്ടുന്നത് തുച്ഛമായ പ്രതിഫലം. അതിൻ്റെ 10 ഇരട്ടിയോളം വിലയ്ക്കാണ് പിന്നെ ജനങ്ങളിലെത്തുന്നത്.
മാത്രമല്ല വർഷാവർഷം ഇവർക്കായി കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ഇവരുടെ കയ്യിൽ എത്തുന്നില്ല. ഇലക്ഷൻ കാലത്ത് മാത്രമുണ്ട് ഇവർക്ക് വില. വോട്ടിംഗ് മെഷീനുകളുമായി ഇവരെ തേടി ഉദ്യോഗസ്ഥർ ഊരുകളിൽ വരെ എത്തുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ മതി ഇവരെ. അലിയാരുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവർക്ക് മുന്നിലെത്തി. പാഞ്ചാലിയും സംഘവും. CI അലിയാരും SI സുകേഷും അടങ്ങുന്ന സംഘം അവരെ സൂക്ഷിച്ചു നോക്കി. അക്കൂട്ടത്തിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളും കുട്ടികളുമുണ്ട്. പോലീസിനെ കണ്ട് അവർ പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അതൊരു അപകട സൂചനയായി അലിയാർക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് അവർക്കിടയിൽ നിന്ന് പാഞ്ചാലി മുന്നിലേക്ക് വന്നു. സാറ് തിരിഞ്ഞു വന്നത് എന്നെയാണെന്നറിയാം. സാറ് വന്നില്ലായിരുന്നെങ്കിലും ഞാൻ വന്നേനെ സാറിൻ്റെ മുന്നിലേക്ക്. അവൾ ചുണ്ടനക്കി. അലിയാർ അവളെ ശ്രദ്ധിച്ചു. ഒരു നിമിഷം നടുക്കവും സഹാനുഭൂതിയും ഉണ്ടായി അയാൾക്ക്. നേരത്തെ പലവട്ടം പാഞ്ചാലിയെ കണ്ടിട്ടുണ്ട്, സൗന്ദര്യത്തിൻ്റെ ഒരു നിറകുടമായി. പക്ഷേ ഇപ്പോൾ കരിഞ്ഞു കറുത്ത് ഒറ്റയ്ക്ക് രാത്രിയിൽ അവളെ മുന്നിൽ കണ്ടാൽ ആരും ഭയന്നു പോകുമെന്ന് അയാൾക്ക് തോന്നി. അലിയാരുടെ മനോഗതം പാഞ്ചാലി തിരിച്ചറിഞ്ഞു. സാർ, ഞാൻ തന്നെയാണ് പാഞ്ചാലി. ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ. അതാർക്കും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. പെട്രോൾ ഒഴിച്ച് തീയിട്ട ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാനല്ലേ കഴിയൂ. അവളുടെ ശബ്ദത്തിലെ നീറ്റൽ അലിയാർക്ക് മനസ്സിലായി. അയാൾ എന്തെങ്കിലും പറയും മുമ്പ് പാഞ്ചാലി തുടർന്നു. തീ പിടിച്ചിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ സാർ. ഒരുപക്ഷെ ദുഷ്ടനിഗ്രഹത്തിനായി ഈശ്വരൻ എന്നെ ബാക്കി വെച്ചതാകും. അല്ലാതെ ഈശ്വരന് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവൾ ദീർഘമായി നിശ്വസിച്ചു. അവിടെ നിശബ്ദതയുടെ ഒരു മതിൽക്കെട്ടുയർന്നു. അതിനെ മുറിച്ചത് അലിയാരുടെ ശബ്ദമാണ്. ബലഭദ്രൻ തമ്പുരാൻ, എൻ്റെ കണക്ക് പുസ്തകത്തിൽ ശത്രുക്കളുടെ എണ്ണം ഇപ്പോൾ 0 സാർ. ആ വാചകത്തിൽ നിന്ന് അലിയാർ സത്യം മണത്തു. തമ്പുരാൻ ബാക്കിയില്ല. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ അയാൾ ഞെട്ടിയില്ല. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാഞ്ചാലിക്ക് ഒന്ന് പറയാമോ? പറയാം. സങ്കോചം കൂടാതെ അവൾ മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടത്തിലിരുന്നു. ശേഷം തൻ്റെ ശിരസിലേക്ക് പെട്രോൾ ഒഴിച്ചു തീ വച്ചതുവരെ പറഞ്ഞു. ശ്വാസം പിടിച്ചാണ് മറ്റുള്ളവർ കേട്ടുനിന്നത്. ആ രംഗം മുന്നിൽ കാണുന്നത് പോലെ. എന്നിട്ട് പിന്നെങ്ങനെ രക്ഷപ്പെട്ടു? ചോദിച്ചത് SI സുകേഷാണ്. ഒരു നിമിഷം ആ രംഗം ഓർക്കുന്നതുപോലെ ഇരുന്നു പാഞ്ചാലി. പിന്നെ പറഞ്ഞു. പ്രാണപരാക്രമത്തിനിടയിൽ ഞാൻ വെള്ളത്തിലേക്ക് വീണ് പാറയിടുക്കിലൂടെ ഒഴുകി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയായിരുന്നു. ഇവരാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത്. കാട്ടുത്താൻ നിലമ്പൂരിൽ കൊണ്ടുപോയി വിറ്റ ശേഷം മടങ്ങി വരികയായിരുന്ന ഇവരിൽ 2 പേർ എന്നെ അവർ തീ വയ്ക്കുന്നത് കണ്ടിരുന്നു. പിന്നീട് മറ്റാരും കാണാതിരിക്കുവാൻ അവർ വേഗം അവിടെ നിന്ന് പലായനം ചെയ്തു. ഞാൻ വീണ ദിശ നോക്കി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇവർ താഴേക്കോടി. അങ്ങനെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇവിടുത്തെ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് എൻ്റെ മുറിവുകൾ ഭേദമാക്കി. കാട്ടുചോലയിൽ തെളിഞ്ഞ എൻ്റെ മുഖം കണ്ടപ്പോൾ ജീവിച്ചിരിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അതിനു മുൻപ് എനിക്കൊന്ന് കാണുവാൻ കണ്ണാടി തരാൻ പറഞ്ഞിട്ടും ഇവർ തന്നിരുന്നില്ല. പാഞ്ചാലിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അലിയാരുടെ ഹൃദയം ആർദ്രമായി. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടന്നിരുന്ന കുട്ടിക്ക് നേരിടേണ്ടി വന്ന വിധി. എന്നിട്ട് അലിയാർ ഒന്നിളകിയിരുന്നു. എൻ്റെ പപ്പ ഇവരെ ഒരുപാട് സഹായിച്ചിരുന്നു. ഇവരാണ് എനിക്ക് ധൈര്യം തന്നത്. അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ. പാഞ്ചാലി മൂപ്പൻ്റെ കരം കവർന്നു. ഇദ്ദേഹം എൻ്റെ തണുത്തുറഞ്ഞ മനസ്സിലേക്ക് തീ കോരിയിട്ട് തന്നു. ശത്രുക്കളെ അമർച്ച ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി. ഏത് സഹായവും ചെയ്തു തരാമെന്നും ഏറ്റു. അങ്ങനെയാണ് എനിക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു പെണ്ണായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞേനെ? കോവിലകത്തിൽ പാഞ്ചാലിയുടെ മുറിക്കുള്ളിൽ നിന്ന് ആടിൻപാറയിലെത്തുന്ന തുരങ്കത്തെക്കുറിച്ച് പാഞ്ചാലി എങ്ങനെയാണ് അറിഞ്ഞത്? അലിയാർ അവളിൽ നിന്ന് കണ്ണെടുത്തില്ല. പപ്പ മരണം പ്രതീക്ഷിച്ചിരിക്കണം. അതിനാലാവും അതേക്കുറിച്ച് എന്നോട് പറഞ്ഞത്. നിലവറയിൽ നിന്നും പുറത്തേക്കുള്ള മാർഗത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. പറഞ്ഞിട്ട് പാഞ്ചാലി തിരിഞ്ഞ് ഊരു നിവാസികളായ ചിലരെ നോക്കി. അതൊക്കെ ഇങ്ങ് കൊണ്ടുവാ. അവർ ചില ചാക്കുകെട്ടുകൾ കൊണ്ടുവന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ മുന്നിൽ വെച്ചു. അത് അഴിച്ചു കാണിക്കേ, പാഞ്ചാലി അവരോട് പറഞ്ഞു. ചാക്കുകെട്ടുകൾ കൊണ്ടുവന്നവർ തന്നെ അത് തുറന്നു കാണിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളി. രത്നങ്ങളുടെ കണ്ണം ജപ്പിക്കുന്ന തിളക്കം. അടുത്ത ചാക്കിൽ സ്വർണ്ണവാളും കടാരയും മറ്റുമുണ്ടായിരുന്നു. ഇതൊക്കെ കോവിലത്ത് നിന്ന് പ്രജീഷ് കൊള്ളയടിച്ചു കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ കയ്യിൽപ്പെട്ടു, പാഞ്ചാലി അലിയാരെ അറിയിച്ചു. ഇനി സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാം. പിന്നെ 1-2 അപേക്ഷകളുണ്ട്. ഇവരൊക്കെ പാവങ്ങളാ. ഒന്നിലും ഇവരെ പെടുത്തരുത്. എല്ലാ കുറ്റവും ഞാൻ ഏറ്റുകൊള്ളാം. അടുത്തത്, കഴിവതും വേഗത്തിൽ എനിക്കൊരു തൂക്കുകയർ വാങ്ങിച്ചു തരണം. അലിയാർ തല കുടഞ്ഞു. അത് പറ്റില്ല പാഞ്ചാലി. നിന്നെപ്പോലെ ഒരു കൊച്ചു പെണ്ണ് ഇത്രയൊക്കെ ദുരിതങ്ങൾ സഹിച്ചില്ലേ? എൻ്റെ കാഴ്ചപ്പാടിൽ നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അതോടെ അവസാനിച്ചിരിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും നിന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പാഞ്ചാലിക്ക്. അവൾക്ക് മാത്രമല്ല, ഊരു മൂപ്പനും ഇതൊക്കെ കേട്ടുനിന്ന മറ്റുള്ളവർക്കും. സാർ, പാഞ്ചാലിയുടെ ഒച്ച ചിലമ്പി. അതെ, നിന്നെക്കാളൊക്കെ 100 മടങ്ങ് കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇപ്പോഴും ഈ രാജ്യത്ത് സുഖമായി വാഴുമ്പോൾ നീ മാത്രം ശിക്ഷിക്കപ്പെട്ടിട്ട് എന്ത് കാര്യം? മറുപടി നൽകുവാൻ കഴിഞ്ഞില്ല പാഞ്ചാലിക്ക്. അലിയാർ മെല്ലെ എഴുന്നേറ്റ് അവളുടെ തോളിൽ കൈവച്ചു. ഇതൊക്കെ ചെയ്തത് നീയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഞങ്ങളുടെ പക്കലില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ നശിപ്പിച്ചിരിക്കും. നിനക്ക് നീതി കിട്ടണം. SP ഷാജഹാൻ സാറും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല പാഞ്ചാലിക്ക്. അലിയാർ തുടർന്നു. പാഞ്ചാലി മരിച്ചിട്ടില്ല എന്ന് മാത്രം പുറലോകം അറിഞ്ഞാൽ മതി. വടക്കേ കോവിലത്ത് ഇനിയും നീ ഉണ്ടാവണം. ഈ രത്നങ്ങളും സ്വർണ്ണ ആയുധങ്ങളുമൊക്കെ ആർക്കിയോളജി വകുപ്പിന് അവകാശപ്പെട്ടതാണ്. അവർ കൃത്യമായി ഇവയുടെ മൂല്യം നിർണ്ണയിക്കുകയും കമ്മീഷൻ ഇനത്തിൽ തലമുറകളോളം കഴിയാനുള്ള പണം നിനക്ക് ലഭിക്കുകയും ചെയ്യും.
പാഞ്ചാലി കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇല്ല സാർ, എൻ്റെ പപ്പയെയും അമ്മയെയും അടക്കം ഇല്ലാതാക്കിയ ആ കോവിലകം എനിക്കിനി വേണ്ട. ജീവിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഇവരോടൊപ്പമായിരിക്കും ഈ ഊരിൽ. കൊച്ചു തമ്പുരാട്ടി, അവൾ പറഞ്ഞത് കേട്ട് ഊരുമൂപ്പൻ അമ്പരന്നു. എന്താ ഈ പറയുന്നത്? തമ്പുരാട്ടി ഞങ്ങളുടെ കൂടെയോ? മാമനൊന്നും പറയണ്ട. പാഞ്ചാലി അയാളുടെ വാപ്പൊത്തി. അയാൾ ആ കൈ എടുത്തു മാറ്റി. തമ്പുരാട്ടി എന്താ എന്നെ വിളിച്ചത്? ഇങ്ങനെയൊന്നും വിളിക്കല്ലേ. പാഞ്ചാലി ചിരിച്ചു. എൻ്റെ ജീവൻ തിരിച്ചു തന്നവരെ വിളിക്കേണ്ടത് ദൈവം എന്നാണ്. ഊരിലുള്ളവരൊക്കെ അത്ഭുതപരതന്ത്രരായി. പാഞ്ചാലി CI അലിയാർക്ക് നേരെ തിരിഞ്ഞു. സാർ, ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. ചെയ്ത കൊലപാതകങ്ങളെല്ലാം ഏറ്റുപറയാൻ ഒരുക്കമാണ്. അത് വേണ്ട. അലിയാരുടെ ശബ്ദം കനത്തു. നിലമ്പൂരിനെ കാർന്നു തിന്നുകൊണ്ടിരുന്ന കുറേ ക്യാൻസർ വൈറസുകളെയാണ് പാഞ്ചാലി മുറിച്ചു നീക്കിയത്. അത് ഈ നാടിനോടും ചെയ്ത ഏറ്റവും നല്ല കാര്യം. ഒരുപക്ഷെ രാജഭരണമായിരുന്നെങ്കിൽ ജനങ്ങൾ കാണുകെ പാഞ്ചാലിക്ക് ഇവരെയൊക്കെ കൊല്ലേണ്ടി വന്നേനെ. പാഞ്ചാലി മിണ്ടിയില്ല. അപ്പോൾ SI സുകേഷ് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായമുണ്ട്. പാഞ്ചാലി അയാളെ നോക്കി. എന്താണ് സാർ? പാഞ്ചാലി ജീവിക്കുന്നത് ഇവിടെയാണെങ്കിലും മറ്റു ചിലതൊക്കെ ആവാം. കോവിലകത്ത് ഏക്കർ കണക്കിന് ഭൂമിയില്ലേ? ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇവരെ കൂടി കൂട്ടി അവിടെ കൃഷി ചെയ്തുകൂടെ? പിന്നെ കമ്മീഷനായി കിട്ടുന്ന പണവും വേണ്ടെന്ന് വയ്ക്കരുത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയില്ലെങ്കിലും ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി ആ പണം ഉപയോഗിക്കാം. അതൊരു നല്ല ആശയമായി പാഞ്ചാലിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം തീർന്നില്ല സാർ. ഞാൻ കാരണം അനാഥമായി പോയ ഒരു കുടുംബമുണ്ട്, വിവേകിൻ്റെ. അവരെയും എനിക്ക് സഹായിക്കണം. തീർച്ചയായും. പോലീസ് സംഘം മടങ്ങാനൊരുങ്ങി. അലിയാർ ഊരുമൂപ്പനെ നോക്കി. 2-3 ആൾക്കാരെ ഈ സാധനങ്ങളുമായി ആടിൻപാറ വരെ ഞങ്ങൾക്കൊപ്പം വിട്ടാൽ ഉപകാരമായി. അയാൾ ചാക്കുകെട്ടുകൾക്കു നേരെ കൈ ചൂണ്ടി. ഈ വനത്തിലൂടെ ഞങ്ങൾക്ക് ഇതും ചുമന്നുകൊണ്ട് പോകുവാൻ പ്രയാസമായിരിക്കും. അതിനെന്താ സാർ, എത്ര പേരെ വേണമെങ്കിലും അയക്കാം. മൂപ്പന് സന്തോഷമായി. അലിയാരും സംഘവും എല്ലാവരോടും യാത്ര പറഞ്ഞു. അല്പദൂരം അവർക്കൊപ്പം പാഞ്ചാലിയും നടന്നു. അപ്പോൾ മരത്തലപ്പുകൾക്കിടയിലൂടെ അസ്തമയ സൂര്യൻ്റെ പഴുത്ത ലോഹം പോലെയുള്ള മുഖം കാണാമായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിച്ചു.